ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബെസ്റ്റീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ബ്ലൂപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഞാനേ പുറത്തിറങ്ങുന്നു. ഞാനിപ്പോൾ മരത്തിൻ്റെ 4 പുറം പക്ഷികൾ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാകമായിട്ടുള്ള ഞാനേ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നമ്മളുടെ അടക്കാപ്പഴ മരത്തിൻ്റെ 4 പുറം കിളികൾ ഇങ്ങനെ പാറുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഒരു അടക്കാപ്പഴം കൊത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ പാകമായതിനൊക്കെ ഒന്ന് കവറ് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഏകദേശം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ ഒരു കവറിൽ കെട്ടി വെക്കണം. നമുക്ക് പഴുക്കണോടുകൂടെ തന്നെ ഇത് പറിക്കുകയും ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ പേരക്കനെ ഒരു കവർ വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തൈകൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ബെഡ് ചെയ്ത തൈകൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുള്ള റംബുട്ടാൻ്റെ തൈയാണ്. അപ്പോൾ നമ്മളുടെ ഇതിന് മുൻപുള്ള വീഡിയോസിൽ നമുക്കറിയാം നമ്മളുടെ റംബുട്ടാൻ തൈ അന്ന് എത്രത്തോളം വലുതായിരുന്നു എന്ന്. അപ്പം ഞാൻ അതിനൊന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൂൺ ചെയ്ത ടൈം എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. റബ്ബേ ഇതിന് തൂമ്പ് വരില്ലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ക്ലൈമറ്റും ഈ ടൈമിലാണ് ഇപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുൻപ് നമ്മളുടെ ബെഡ് ചെയ്ത തൈകൾ ഞാൻ മഴക്കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിലാവും അതുപോലെ തന്നെ നമ്മളുടെ മാവ്, അടക്കാപ്പഴം അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരെ നമ്മളുടെ പ്രൂൺ ചെയ്ത് ഒരു 10-15 ദിവസം ആയപ്പോഴത്തേന് തന്നെ അതിന് ഇലകളും അതുപോലെ തന്നെ ചില്ലകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ റംബുട്ടാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ടൈമിലാണ്, നമ്മളുടെ ജനുവരി ഡിസംബർ ലാസ്റ്റൊക്കെയാണ് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിന് നമ്മളുടെ കമ്പ് വരില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ ദിവസവും ചെന്ന് നോക്കും വന്നിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ തൂമ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിന് കുറച്ച് ചില്ലകളും അതുപോലെ തന്നെ അതിൽ നിറയെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്താലുള്ള നമ്മളുടെ ഏത് ബെഡ് ചെയ്ത തൈകളാണെങ്കിലും കായ്ക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ പ്രൂൺ ചെയ്ത ചെടികൾ പ്രത്യേക നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. റൗണ്ടിൽ വന്നിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത റംബുട്ടാൻ്റെ തൈയാണ്. പ്രൂൺ ചെയ്യാത്ത ഒരു മരം നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. എൻ്റെ കാക്കുൻ്റെ അനിയൻ്റെ വീട്ടിലുള്ള റംബുട്ടാൻ്റെ തൈയാണിത്. ഇതവർ മേടിച്ച് വെച്ചിട്ട് പ്രൂൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നേരെ പോയിട്ടാണുള്ളത്. ഇതിന് ഇടയ്ക്കൊരു കമ്പോ അല്ലെങ്കിൽ ഇടയിൽ നിന്നൊരു നമ്മളുടെ ചില്ല വരുമല്ലോ, അതൊന്നും ഇതിന് വന്നിട്ടില്ല. ശരിക്കും പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് പ്രൂൺ ചെയ്യേണ്ടിയിരുന്നു, താഴത്ത് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടേത് പിന്നെ നിറയെ ചില്ലകളൊക്കെ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് കായ്ക്കും. ഇത് ഈ മരം വെച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തോളമായിട്ടുണ്ടാവും. ഇത് ഏകദേശം ഒരു നീണ്ടിങ്ങനെ പോയി എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ചില്ലകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യണ്ട, ഈ ടൈം ചെയ്യണ്ട, കാരണം ചില്ലകളൊന്നും വരില്ല എന്നുള്ളത്. പക്ഷേ എൻ്റേത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരു കായ പിടിച്ചാൽ തന്നെ അതിന് നെറ്റിടാനും അതിനൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. കാരണം ചെറിയ തൈ ആകുമ്പോൾ റൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാണല്ലോ. അതുപോലെ തന്നെ ഇവർ പ്രൂൺ ചെയ്തിട്ടുള്ള ഒരു അമ്പായങ്ങൻ്റെ തൈയാണ്. ഞാൻ അതിന് മുൻപ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണത് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് കമ്പുകളും അതുപോലെ തന്നെ ഇലകളൊക്കെ വന്നൊരു റൗണ്ടായി നമ്മളുടെ അമ്പാഴങ്ങ കുട്ടികൾക്കൊക്കെ കൈയെത്തുന്നിടത്ത് തന്നെ കായ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കായ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, മക്കൾക്കൊക്കെ കയ്യെത്തുന്ന പോലെ. അതുപോലെ ഞാൻ പ്രൂൺ ചെയ്ത് നമ്മളുടെ പേരക്കട തൈയാണ്, അതായത് അടക്കാപ്പായ തൈയാണ്. ഇതും ഞാനിങ്ങനെ നമ്മളുടെ മഴക്കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിറയെ കായ പിടിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ബെഡ് ചെയ്ത മാവിൻ്റെ തൈ, ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ച തൈകളാണ്. ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു, മഴക്കാലത്ത് ഞാൻ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കുറച്ച് നമ്മളുടെ തന്നെ കുരുമുളക് ഉണ്ടായിരുന്നു, അത് കുറച്ച് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നമ്മളുടെ ഏണി വെച്ച് കുറച്ച് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കപ്പോൾ കുറച്ചധികം കുരുമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 തൈകളുണ്ടാവും, അതിന് കുറച്ചധികം കുരുമുളക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ വീട്ട് ആവശ്യങ്ങൾക്കുള്ള കുരുമുളക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതും പറിക്കുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.